Good morning. Good morning, ma'am. Good morning. എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട്? നല്ല മഴയാ. നല്ല മഴയാണല്ലേ? മഴയത്ത് ക്ലാസ് കേൾക്കാൻ മടിയാവുന്നുണ്ടോ? ഉറക്കം വരുമോ? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9th സ്റ്റാൻഡേർഡ് വരെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ജസ്റ്റ് ഒരു എണ്ണം കൂടി നമുക്കറിയാം. 10th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ അല്ലെ? ഓക്കെ, ഞാനില് 10th സ്റ്റാൻഡേർഡ് വരെയാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാട്ടോ. 10th സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നോക്കാം. IMS 1. Information needs of the patients, visitors, staff. And just ഒന്ന് വെട്ടിക്കളഞ്ഞേ. And അവിടെ വേണ്ട. Patients, visitors, staffs, and വേണ്ട. And just ഒന്ന് വിട്ടാം. Staffs, management, and external agencies are met. Okay. എന്താണ്? പേഷ്യൻസ്, വിസിറ്റേഴ്സ് ഉണ്ട്, സ്റ്റാഫ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഏജൻസീസ് ഉണ്ട് അല്ലെ? ഇവരുടെ ഇൻഫർമേഷൻ നീഡ്സുകൾ നിറവേറ്റുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. IMS 1 പറയുന്നത് പേഷ്യൻസ്, അതുപോലെ വിസിറ്റേഴ്സ്, സ്റ്റാഫ്സുകൾ ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ഏജൻസീസ് ഉണ്ട്. ഇവരുടെയൊക്കെ ഇൻഫർമേഷൻ നീഡ്സുകൾ നിറവേറ്റുന്നു. IMS 2. The organization has processes in place for management and control of data and information. ഡാറ്റയും അതുപോലെ തന്നെ ഇൻഫർമേഷനും. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? 116. Okay. കൺട്രോൾ ഓഫ് ഡാറ്റ എന്നാണ് കേട്ടോ അവിടെ. ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റ ആക്കണേ, ഡേറ്റ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റയും ഇൻഫർമേഷനും എന്താണ് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്, പ്രക്രിയകൾ ഉണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഡാറ്റയും അതുപോലെ തന്നെ ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഇനി തേർഡ് വൺ നോക്കാം. IMS 3. The patients cared for by the organization have a complete and accurate medical record. എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ പരിചരിക്കുന്ന പേഷ്യൻസിന് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടുമുള്ള മെഡിക്കൽ റെക്കോർഡുകളുണ്ട് അല്ലെ? ഒരു ഓർഗനൈസേഷനില് കെയർ കൊടുക്കുന്ന പേഷ്യൻസിന് അവർക്ക് കൃത്യമായിട്ടും പൂർണ്ണമായിട്ടുമുള്ളൊരു മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ഇനി എന്താണ്? IMS 4. The medical records reflect the continuity of care. Medical records reflect എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലിക്കുക അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിൽ നമുക്കറിയാം പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും അല്ലെ? അങ്ങനെ എന്താണ്? അത് കണ്ടിന്യൂറ്റി കെയറിൽ അത് പ്രതിഫലിക്കുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ്. ഇപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിന് തുടർച്ചയായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെക്കോർഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് രോഗിക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്ത് തുടർന്നുള്ള കെയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാ പറയുന്നത് the medical record
reflect the continuity of care. Medical records continuity of care പ്രതിഫലിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? IMS fifth. The organization maintain confidentiality, integrity and security of record, data and information. എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ചില രോഗികളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്ന് പറയാറില്ലേ? മറ്റുള്ളവരോട് പറയാതെ അല്ലെ? സെക്യൂർ അല്ലെ? ഒരു സീക്രട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് നമ്മള് പറയാൻ പാടില്ല, മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ ഒരു എന്താണ് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ ചിലപ്പോ സ്റ്റാഫുകൾ, നഴ്സുമാര്, ഡോക്ടേഴ്സ് ഒക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മറ്റുള്ളവരോട് പറയാതെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. അതുപോലെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സമ്പൂർണത അല്ലെങ്കിൽ സത്യസന്ധത. അതുപോലെ തന്നെ റെക്കോർഡ്സുകള്, ഡാറ്റകള്, ഇൻഫർമേഷൻ ഒക്കെ നമ്മള് പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. അതാണ് പറയുന്നത്. സത്യസന്ധമായും അതുപോലെ തന്നെ റെക്കോർഡ്സുകൾക്ക് സുരക്ഷിതമായിട്ടും, റെക്കോർഡുകളായാലും ഡാറ്റകളായാലും പല ഇൻഫർമേഷൻ ആയാലും സത്യസന്ധതയോടും സെക്യൂർ ആയിട്ടും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. അതാണ് ഫിഫ്ത് വണ്ണില് പറയുന്നത്. ഇനി IMS സിക്സ്ത് വൺ എന്താണ്? The organization ensures availability of current and relevant documents, records, data and information and provides for retention of the same. Retention എന്ന് പറഞ്ഞാൽ എന്താണ്? Retention എന്താണ് മീനിങ്? Retention എന്ന് പറഞ്ഞാൽ എന്താണ്? Retention നിലനിർത്തുക. Retention എന്ന് പറഞ്ഞാല് നിലനിർത്തുക. ഓക്കെ, റിറ്റൻഷൻ നിലനിർത്തുക കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? കറന്റ് അല്ലെ? ഇപ്പോഴും നിലവിലുള്ളതും റെലവന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളുണ്ട്, ഡാറ്റകളുണ്ട്, റെക്കോർഡ്സുകളുണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസുകളുണ്ട് അല്ലെ? ഇതിന്റെയൊക്കെ ലഭ്യത ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതിന്റെയൊക്കെ അവൈലബിലിറ്റി, ലഭ്യത ഉറപ്പുവരുത്താം ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ആ സെയിം രീതിയിൽ തന്നെ റിട്ടൻഷൻ ഓഫ് ദി സെയിംസ് ആ സെയിം രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ഓർഗനൈസേഷൻ എന്താണ്? ഇപ്പോഴുള്ളതും റെലവന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡോക്യുമെന്റുകള്, റെക്കോർഡ്സുകള്, ഡാറ്റകള്, പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? അതിന്റെയൊക്കെ അവൈലബിലിറ്റി ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുകയും ആ സെയിം രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, സെവൻത് വൺ, IMS 7. The organization carries out the review of medical records. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു അവലോകനം അല്ലെ? റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവലോകനം. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു അവലോകനം ഓർഗനൈസേഷൻ നടത്തുന്നു, ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ഇതിൽ വരുന്നത്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. 7 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 3 എണ്ണം മാത്രമാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. IMS 3, third one, fourth one, ലാസ്റ്റ് വൺ, 7th വൺ. 3, 4, 7 ഇത്രയും കാര്യങ്ങള് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. മൂന്നാമത്തെ എന്താ പറഞ്ഞാൽ നമ്മള് the patient carried for the by the organization have a complete and accurate medical record. ഓർഗനൈസേഷൻ പരിപാലിക്കുന്ന പേഷ്യൻസിന്റെ അല്ലെ, ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസിന് പൂർണ്ണമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഇനി നാലാമത്തേത് എന്താ പറഞ്ഞത്? The medical record reflect the continuity of care. Medical records continuity of care reflect ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇനി
ഏഴാമത്തെ എന്താ പറഞ്ഞത്? The organization carries out a review of medical records. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു അവലോകനം, റിവ്യൂ എന്ന് പറഞ്ഞാൽ അവലോകനം ഓർഗനൈസേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. 3, 4, 7 മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയില്ലേ മിസ്സുമാര്? ഇത്രയും ഭാഗമാണ് മിസ്സിന് എടുക്കേണ്ടിയിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിൽ കേട്ടോ. ഓക്കെ, ഓരോ 10 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അത് വെച്ച് പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ പറഞ്ഞതെല്ലാം? ക്ലിയർ അല്ലേ? 3 കാര്യങ്ങളും 10th സ്റ്റാൻഡേർഡ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയ ചാപ്റ്റർ ഒന്ന് നോക്കാം കേട്ടോ. പുതിയ ചാപ്റ്റർ എടുക്കാം നമുക്ക്. 1 മിനിറ്റ് ചാപ്റ്റർ എടുക്കട്ടെ കേട്ടോ മിസ്. ഫിഫ്ത് മൊഡ്യൂൾ എല്ലാവരുടെയും കംപ്ലീറ്റ് ആക്കിയോ മിസ്സുമാര്? സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. എടുത്തോ? ചാപ്റ്റർ എടുത്തോ എല്ലാവരും? 6th മൊഡ്യൂൾ എങ്ങനെയുണ്ട്? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ, ഇതിൽ കൊടുത്തിരിക്കുന്നതേ വായിച്ചാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് കുറെ സിംബോളിക് ആയിട്ടാണ്. അപ്പൊ വായിച്ചാൽ ചിലപ്പോ നമുക്ക് ക്ലിയർ ആവില്ല, ബുദ്ധിമുട്ട് വരും. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് പഠിക്കണം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണെന്നുള്ളത്. മിസ് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അവിടെ കുറിച്ച് വെച്ചാൽ മതി കേട്ടോ, മനസ്സിലായത് എന്താണെന്ന് ആ പാരഗ്രാഫിൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് മിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ ആ രീതിയിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നെ എക്സാമിനൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 2. പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടോ ഇതിനകത്ത്? പേജ് നമ്പർ ഉണ്ടോ? 36 കേട്ടോ. Chapter 2, Operation and Maintenance of Hospital in Administration View. What is Healthcare Operations Management? എന്താണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് ആ വേർഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ? ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്? ഓപ്പറേഷൻ മാനേജ്മെന്റ് in healthcare refers to overseeing the day-to-day practice of a healthcare facility that impact the client experience and organizational goal. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ.
എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്? ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ refers to overseeing the day-to-day practice of a healthcare facility that impact the client experience and organizational goals. എന്താണ്, ആരായിരിക്കും ഇവിടെ ക്ലയന്റ് എന്ന് പറയുന്നത്? ക്ലയന്റ് ആരായിരിക്കും? വെരി ഗുഡ്, പേഷ്യൻസ് ആണ് അല്ലെ. പേഷ്യൻസിനെയാണ് നമ്മള് ക്ലയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷന്റെ ഗോൾസിനെയും സ്വാധീനിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ അല്ലെ, ഡേ ടു ഡേ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവുമാണ് ഇതെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ, ആ ഹോസ്പിറ്റലിൽ വന്ന് അവന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായി, അവന്റെ അനുഭവത്തെയും അതുപോലെ ഓർഗനൈസേഷന്റെ ഗോൾ ഉണ്ടാവുമല്ലോ, ആ ഗോളിനെയും സ്വാധീനിക്കുന്നതും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഓരോ ദിവസവും എന്തുണ്ടാവും? ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രവർത്തനങ്ങളുടെ സൂപ്പർവിഷൻ, അതിനെയുമാണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടത്തെയുമാണ് ഓപ്പറേഷൻസ് എന്താണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഡെഫിനിഷൻ ആണ് കേട്ടോ, അത് പഠിക്കണേ. ഓക്കെ, ഒന്നുകൂടി മിസ് പറയാം, ചിലപ്പോൾ കിട്ടാത്തവരുണ്ടാവും. ഒന്നുകൂടിയും പറഞ്ഞു തരാം മലയാളത്തില്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെയും പേഷ്യന്റിന്റെ അനുഭവത്തെയും ഓർഗനൈസേഷന്റെ ഗോൾസിനെയും സ്വാധീനിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, അതാണ് ഓപ്പറേഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അതിനെയാണ്, അതിന്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തെയുമാണ് ഓപ്പറേഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡൗട്ട് വന്നിട്ടുണ്ടോ? ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ, ഇനി നോക്കാം. These practices are typically broken down into 3 components. നമുക്കറിയാം ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന് 3 components ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തേ, അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭരണപരമായിട്ടുള്ള അല്ലെ, ഭരണപരമായ ഫങ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ അല്ലെ. ഫിനാൻഷ്യൽ നമുക്കറിയാം എന്താണ്? എന്തായിരിക്കും? എന്തുമായിട്ട്? സാമ്പത്തികമായിട്ടുള്ളത്. ഇനി ലീഗൽ എന്തായിരിക്കാം? ലീഗൽ എന്ന് പറയുമ്പോ നിയമപരം. വെരി ഗുഡ്. ഓക്കെ, അപ്പോ 3 കമ്പോണൻസ് ആണുള്ളത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ലീഗൽ ഉണ്ട്. ഇനി നോക്കാം ഫിനാൻഷ്യൽ എന്താണെന്ന് നോക്കിയേ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് often involve managing claims, medical billing, revenue cycle management, അതുപോലെ നെക്സ്റ്റ് ആണ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ച് മാർക്ക് ചെയ്ത് വെച്ച്. മാനേജിങ് ക്ലെയിംസ് അല്ലെ, ക്ലെയിംസ് ഉണ്ടാവും അല്ലെ, പേഷ്യൻസിന് ക്ലെയിംസ് ഉണ്ടാവും, അത് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ മെഡിക്കൽ ബില്ലിംഗ് ഇതറിയാവുന്നതാണ്. അതുപോലെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള വരുമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റവന്യൂ എന്ന് പറഞ്ഞാല് വരുമാനം. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു വരുമാനം. ഇനി എന്താണ്? ആൻഡ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് മീനിങ് വരാം? റീഇംബേഴ്സ്മെന്റ്
തിരിച്ചടവ് ട്ടോ, തിരിച്ചടവ്. ഓക്കെ, തിരിച്ചടവുകള് അതാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, സർജറി നടത്തുമ്പോ പേഷ്യൻസിനോട് പറയും ഇത്ര രൂപ ചെലവ് വരുന്നു പറയും അല്ലെ. ഒരു 5 ലക്ഷം രൂപയാവും അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപയാവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? സർജറിക്ക് നമ്മൾ അടയ്ക്കും, അത്രയും രൂപ അടയ്ക്കും. ഇനി സർജറി കഴിഞ്ഞിട്ട് അവർക്ക് അത്രയും രൂപയായില്ല, ചിലപ്പോ 2.5 ലക്ഷം ആയുള്ളൂ എങ്കിലും ബാക്കി 50,000 എന്ത് ചെയ്യും? ഇവർക്ക് തിരിച്ചു കൊടുക്കും. അതാണ് പറയുന്നത്. ആദ്യം ഒരു ടോട്ടൽ എമൗണ്ട് അവിടെ കെട്ടിവെക്കും, അത് കഴിഞ്ഞതിന് ശേഷം അത്രയും രൂപ ആയില്ലെങ്കിലും തിരിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കമ്പോണന്റിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇൻവോൾവ് മാനേജിങ് ക്ലെയിംസ്, അതുപോലെ മെഡിക്കൽ ബില്ലിങ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടത്? മാനേജിങ് ക്ലെയിംസ് ഉണ്ട്, മെഡിക്കൽ ബില്ലിംഗ് ഉണ്ട്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. ഇനി നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് കമ്പോണന്റിൽ ഏതൊക്കെയാണ് വരുന്നത്. ടാസ്ക് മേ ഇൻക്ലൂഡ് കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് medical and office supplies, scheduling employees, responding to questions from staff and customers, and updating patient reports. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട് അല്ലെ, ഭരണപരമായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയാം അല്ലെ. ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ റിട്ടേൺ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ് അല്ലെ. എല്ലാ റെക്കോർഡ്സുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭരണപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് എന്താണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. എന്തൊക്കെയാണ്? കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്, മെഡിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ ഓഫീസ് പരമായിട്ടുള്ള സപ്ലൈസുകൾ അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കണം. ഇനി എന്താണ്? ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്. എന്തായിരിക്കാം ഷെഡ്യൂളിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് മീനിങ്? എന്തായിരിക്കാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്. വെരി ഗുഡ്. ഷിഫ്റ്റുകള് നമ്മൾ പറയാറില്ലേ, ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റുകൾ അല്ലെ. ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. ടൈം ഷിഫ്റ്റുകള്, ഓരോ സ്റ്റാഫിന്റെയും ടൈമുകള് ഷെഡ്യൂളിങ് ചെയ്യുന്നതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. ഇനി എന്താണ്? റെസ്പോണ്ടിങ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. എന്തായിരിക്കാം അത് മീൻ ചെയ്യുന്നത്? റെസ്പോണ്ടിങ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാഫിന് ചിലപ്പോ എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ അത് പറഞ്ഞു കൊടുക്കാം. ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കൊടുക്കാം. അതുപോലെ കസ്റ്റമേഴ്സിന് അല്ലെ, പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്താണ് ട്രീറ്റ്മെന്റ് കെയറിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകള്, മെഡിസിൻ കഴിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ അവരോട് ചോദിക്കാം, സ്റ്റാഫുകളോട് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകള് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കാവുന്നതാണ്? ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നു. ഇവരാണ് ഉത്തരവാദിത്വം വഹിക്കുന്നത്. ഓരോ കാര്യത്തിലും സ്റ്റാഫിന്റെ ആയാലും കസ്റ്റമേഴ്സിന്റെ ആയാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് അവരുടെ ഉത്തരവാദിത്തമാണ് അതിനുള്ള ആൻസർ കൊടുക്കുക എന്നത്. ആൻഡ് അപ്ഡേറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമുക്കറിയാം അല്ലെ, പേഷ്യൻസ് റെക്കോർഡ്സ് എന്തായിരിക്കും? എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സ്? ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ഈ പേഷ്യന്റ് റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ. പേഷ്യൻസിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്. ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് അല്ലെ, അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അല്ലെ, പേഷ്യൻസിന്റെ നെയിം, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാതും ഈ പേഷ്യൻസ് റെക്കോർഡ്സിൽ ഉണ്ടാവും. ഇത് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും നടത്തുന്നത്. ഓഡിറ്റിംഗ് ആയാലും നടത്തുന്നത് എങ്ങനെയാണ്? ഈ പേഷ്യൻസ് റെക്കോർഡ് നോക്കിയിട്ടാണ്. അപ്പൊ അതൊക്കെ എന്താണ്? അപ് ടു ഡേറ്റ് ആയിട്ട്
അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ ആരുടെ ജോലികളാണ് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടേതാണ്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏതൊക്കെയാണ്? കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്. റെക്കോർഡ് ഓഫീസിന്റെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ച് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ഷിഫ്റ്റുകൾ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ റെസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. സ്റ്റാഫിനായാലും കസ്റ്റമേഴ്സിനായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് ഇവർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ പേഷ്യന്റ് അപ്ഡേറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വണ്ണാണ് ലീഗൽ. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ലീഗൽ. ലീഗൽ പ്രാക്ടീസസ് യൂഷ്വലി ഇവോൾവ് അറൌണ്ട് കംപ്ലൈന്റ്സ് ആൻഡ് ക്രെഡൻഷ്യലിംഗ്. ഇനി കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാലിക്കുക. അതിന്റെ മീനിങ് ആണ് പാലിക്കുക. നമ്മള് ഈ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ നമ്മള് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോന്ന് ഈ മിസ്സിന് അറിയില്ല, മിസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കംപ്ലൈന്റ്സ്. ഓക്കെ, കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാല് പാലിക്കുക. ഇനി ക്രെഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം. ഇവിടെ എന്താ പറയുന്നത്? ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങള് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നോക്കുന്നത്? എന്തിനാണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അധികാര പാലനങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഓക്കെ, ലീഗൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അതൊക്കെ എന്താണ്? ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. പല ഡിപ്പാർട്ട്മെന്റിനും പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതൊക്കെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഗൈഡ് ലൈൻസിലൂടെയാണ് അവര് പോകേണ്ടത്, മുൻപോട്ട് പോകേണ്ടത് ആ ഗൈഡ് ലൈൻസിലൂടെയാണ്, ഈ പ്രൊസീജിയറിലൂടെയാണ് ഇങ്ങനെയുള്ള സർജറീസ് ചെയ്യേണ്ടത്. അങ്ങനെ എന്തിനും എന്തുണ്ടാവും? ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ലീഗൽ പ്രാക്ടീസ് എന്തിനേക്ക് ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അധികാര പാലനങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഓക്കെ, ഇവിടെ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാല് പാലിക്കുക. അതുപോലെ തന്നെ ക്രെഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞാല് അധികാരവും അതുപോലെ തന്നെ അത് പാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലീഗൽ കമ്പോണൻസ് ഉള്ളത്. ക്ലിയർ ആയോ? ലീഗൽ കമ്പോണൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കംപ്ലൈന്റ്സ് ആൻഡ് ക്രെഡൻഷ്യലിംഗ്. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് നോക്കാം. എസെൻഷ്യലി those who work in healthcare operation management focus on overseeing the facility and staff functions which play a vital role in the delivery of care. അപ്പൊ എന്താണ്? ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഫെസിലിറ്റി, സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റാഫ് ഫങ്ഷനുമാണ്. സ്റ്റാഫിന്റെ ഫങ്ഷൻ, സ്റ്റാഫ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഓരോ കാര്യങ്ങളും? അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം അല്ലെ? അതുപോലെ തന്നെ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതില് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫെസിലിറ്റീസും ആൻഡ് സ്റ്റാഫ് ഫങ്ഷനുമാണ്. ഫെസിലിറ്റീസും സ്റ്റാഫ് ഫങ്ഷനുമാണ് അവർ ഓവർസീ ചെയ്യുന്നത്. ഓവർസീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മേൽനോട്ടം വഹിക്കുന്നത്. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന പേഷ്യൻസിനുള്ള സൗകര്യങ്ങള് നല്ല രീതിയിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ ആണോ? ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് ആ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി ഒന്ന് മിസ് ഒന്ന് ക്രോഡീകരിച്ചെന്ന് പറയാം. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെയും എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷൻ ഗോൾസിനെയും അവരുടെ ലക്ഷ്യങ്ങളെയും സ്വാധീനിക്കുന്നതും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ ഓപ്പറേഷനെ മേൽനോട്ടം വഹിക്കുന്നതുമാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 കമ്പോണൻസ് ആണ് ഇതിനുള്ളത്: അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ. ഇനി ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാനേജിങ് ക്ലെയിംസ്, മെഡിക്കൽ ബില്ലിങ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, എന്താണ് ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള വരുമാനം, അതുപോലെ തന്നെ വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്, തിരിച്ചടവുകൾ. ഞാൻ പറഞ്ഞില്ലേ, സർജറി കഴിയുമ്പോൾ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ കെട്ടിവെച്ച് കഴിഞ്ഞു, സർജറി കഴിഞ്ഞതിന് ശേഷം അത്രയും രൂപ ആയില്ലെങ്കിലും ബാക്കിയുള്ള തുക നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അതുമാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്. അത് കീപ്പ് ചെയ്യണം. അവരുടെ എല്ലാ എന്താണ് മെഡിക്കൽ അല്ലെങ്കിൽ ഓഫീസ് സപ്ലൈസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡുകൾ ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ എംപ്ലോയീസ് ടൈം ഷെഡ്യൂള് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് വെക്കാം. അത് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അവർക്ക്. അതുപോലെ തന്നെ റെസ്പോണ്ടിങ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ദ സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. സ്റ്റാഫിനായാലും കസ്റ്റമേഴ്സിനായാലും പേഷ്യൻസിനായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടേതാണ്. അതുപോലെ തന്നെ പേഷ്യൻസ് റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇത് ഈ പേഷ്യൻസ് റെക്കോർഡ്സ് ആണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാം. ഇനി ലീഗൽ പ്രാക്ടീസ് അല്ലെ, ലീഗൽ കമ്പോണന്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അധികാര പരിപാലനങ്ങളെ അല്ലെങ്കിൽ പാലനങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ലീഗലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്താ പറയുന്നത് താഴെയുള്ള ആ സെന്റൻസ് എന്താണ്? എസെൻഷ്യലി ദോസ് ഹു വർക്ക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഫോക്കസ് ഓൺ ഓവർസീയിങ് ദി ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻസ് which play a vital role in the delivery of care. അവിടെ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്തത് എന്താണ്? അവിടെ വരുന്ന ജനങ്ങൾക്കുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നുണ്ടോ, അതുപോലെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നതാണ്, അല്ലെങ്കിൽ അതിൽ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ ആ ഇൻട്രൊഡക്ഷൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ക്ലിയർ ആണോ? ഫസ്റ്റ് പോർഷൻ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം ട്ടോ. The importance of operation management in healthcare. The importance of operations management in healthcare cannot be overstated, as the healthcare industry is incredibly diverse and operations often require unique solutions based on a variety of factors. If you are an urgent care clinic, for example, the way you operate is different than that of the assisted living facility. Healthcare software options that support operations management vary wide, so it's crucial to understand what each solution offers and how it suits your needs and customer base. എന്തെങ്കിലും മനസ്സിലായോ വായിച്ചപ്പോ? എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ചുരുക്കി പറയാം കേട്ടോ. ഇതിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവില്ല. 1 മിനിറ്റ്. ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോ പറയാം, ചുരുക്കി പറയാം കേട്ടോ എന്താണെന്നുള്ളത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇത്രയും മനസ്സിലായില്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഡേ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നടത്തുക, അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ അത് ഓരോ ഹോസ്പിറ്റലും കൃത്യമായിട്ട് നടക്കേണ്ടത് ഹോസ്പിറ്റലിലെ ഒരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക് മാത്രമല്ല, ചിലപ്പോ എന്താണ് ക്ലിനിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോംസ് ഒക്കെ ആയിക്കോട്ടെ, എല്ലായിടത്തും എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അവിടെ നഴ്സിംഗ് ഹോമിലായാലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ ക്ലിനിക്കുകളിലായാലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ നടത്തണമെങ്കിൽ ഇതിന് കുറച്ച് ചലഞ്ചസുകൾ ഉണ്ട് അല്ലെ. ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നടത്തണമെങ്കിൽ വളരെ ചലഞ്ചസ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തിന്റെ സഹായം വേണം? ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർസിന്റെ സഹായം വേണം. ഇനി നമ്മള് എന്ത് പഠിച്ചിട്ടുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ പഠിച്ചത്? അവിടെ എന്താ നടക്കുന്നത്? ആ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? നല്ല രീതിയിൽ അല്ലെ, HIS വഴി എന്താണ് കുറെ കാര്യങ്ങൾ അല്ലെ, ഡോക്ടേഴ്സിനായാലും അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനായാലും വളരെ ഈസി ആയിട്ട്
നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവിടുത്തെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്, അതിന്റെ സഹായം അത്യാവശ്യമാണ്. ഇനി നമ്മള് HIS പഠിച്ചതാണ് അല്ലെ കുറെ സോഫ്റ്റ്വെയർ. HIS സോഫ്റ്റ്വെയർ ആണെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ അവർക്ക് എന്താണ് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡോക്ടേഴ്സിന് പേഷ്യൻസിന്റെ ഇപ്പൊ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പ്രിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഇപ്പോ മരുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവര് നേരിട്ട് കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യും? ഫാർമസിയിലോട്ട് അയക്കും ഇല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ണിന്റെ പ്രോബ്ലം, കണ്ണട വെക്കേണ്ട ഇത് വന്നപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മൾ കണ്ണൊക്കെ പരിശോധിച്ചിട്ട് മരുന്ന് എഴുതുമല്ലോ. മരുന്ന് എഴുതുമ്പോ നമുക്ക് എന്ത് ചെയ്യും? സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്താണ് ആ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ തരും അല്ലെ. ആ കുറിപ്പ് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളാണ് പോയിട്ട് ഫാർമസിയിൽ നിന്ന് പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നത് അല്ലെ. പക്ഷെ ഞാൻ അവിടെ നോക്കിയിരുന്നപ്പോ ഡോക്ടർ പറഞ്ഞത് ഈ ഫാർമസിക്ക് പോയിക്കോളും എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും. കമ്പ്യൂട്ടറിലൂടെ മരുന്നുകളൊക്കെ അടിച്ച് ഫാർമസിക്ക് അവര് നേരിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്താണ്? തെറ്റുകളൊന്നും വരില്ല. കൃത്യമായിട്ടുള്ള മരുന്നുകളാണ് പേഷ്യൻസിന് ലഭിക്കുന്നത്. അങ്ങനെ ഫാർമസിക്ക് പോയിട്ട് അവര് മരുന്ന് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് നമ്മുടെ സിസ്റ്റം മാറിക്കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയിട്ട് വന്നു. അപ്പോ അങ്ങനെ എന്താണ് ഇവിടെ ഹെൽത്ത് കെയർ ഓരോ ഹോസ്പിറ്റലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ല രീതിയിൽ അവരുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തിന്റെ സഹായം ആവശ്യമാണ്? സോഫ്റ്റ്വെയർ സഹായം ആവശ്യമാണ് അല്ലെ. ഓക്കെ. സോഫ്റ്റ്വെയർ സഹായം ആവശ്യമായിട്ട് വന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം എന്താണ് മാനുവലി ആണല്ലോ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. പക്ഷെ ഇപ്പോ സിസ്റ്റങ്ങൾ അല്ലെ പുതിയ പുതിയ ടെക്നോളജീസ് വന്നു, ഇന്നോവേഷൻസ് വന്നപ്പോ പുതിയ സോഫ്റ്റ്വെയർ സർവീസുകൾ അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ വേൾഡിൽ തന്നെ വന്നു അല്ലെ. ഓക്കെ. അത്തരം കാര്യങ്ങളാണ് ആ 2 പാരഗ്രാഫിലും പറയുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചിരിക്കും. 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചാലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല, മനസ്സിലാവില്ല. മിസ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി വെക്കാട്ടോ അവിടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തമ്പിട്ടാ മതി കേട്ടോ, കമന്റിട്ടാ മതി. ഒന്നും കൂടിയും പറയാം. ഓക്കെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിനെയാണ് പറയുന്നത് ഓപ്പറേഷൻ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനെയാണ് നമ്മള് ഓപ്പറേഷൻ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി ഹോസ്പിറ്റലിനെ മാത്രമല്ല, ഒരു ക്ലിനിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് ഹോം ആയിക്കോട്ടെ, അതിലൊക്കെ എന്താണ് ഓരോ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ആ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നടക്കാനായിട്ട് എന്താണ് ഒരു ക്ലിനിക്കുകള് അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണം. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആയാലും നഴ്സിംഗ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അതുപോലെ തന്നെ ക്ലിനിക്കുകളായിക്കോട്ടെ, അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നതിന് ചലഞ്ചസുകൾ ഉണ്ട്. ഓക്കെ, ചലഞ്ചസുകൾ ഫേസ് ചെയ്യണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ ദിവസം നടത്തുന്ന ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ആരുടെ സഹായം ആവശ്യമാണ്? സോഫ്റ്റ്വെയറിന്റെ സഹായം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനം ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് ആ 2 പാരഗ്രാഫായിട്ട് പറയുന്നത് കേട്ടോ. നമുക്കറിയാം പണ്ട് കാലങ്ങളിലെല്ലാം മാനുവലി ആയിരുന്നു. ഓക്കെ, അപ്പൊ വളരെ തെറ്റുകള് ഇതൊക്കെ വന്നിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് എന്താണ് വളരെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും വളരെ നമുക്ക് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ് can help you overcome a variety of obstacles so you can provide excellent customer service at every interaction. This right solution can eliminate manual processes to save you both the time and money, and it can make HIPAA complaints easier and more consistent. Implementing proper tool can also improve staff and client communication, promote a more effective collaboration among healthcare providers, and reduce or eliminate bottlenecks in your workflow. എന്താണ് ഇവിടെ പറയുന്നത്? ഈ പാരഗ്രാഫിൽ പറയുന്നത് ശരിയായ രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ അല്ലെ, ഒബ്സ്ട്രാക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുണ്ട്. ഓക്കെ, ശരിയായ രീതിയിൽ നമ്മള് ഈ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനും എന്തുണ്ട്? തടസ്സങ്ങളുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിന്റെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ശരിയായ സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ ആളുകൾക്ക് ബെറ്റർ, അങ്ങനെയുള്ള ശരിയായ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ്. അങ്ങനെയുള്ള ശരിയായ സൊല്യൂഷൻ കണ്ടെത്തിയാല് നമുക്ക് എന്ത് സേവ് ചെയ്യാൻ പറ്റും? ടൈം ആൻഡ് മണി സേവ് ചെയ്യാം. പറഞ്ഞില്ലേ, പണ്ട് കാലങ്ങളില് മാനുവലി ആയതുകൊണ്ട് തന്നെ ടൈം പോകും, അതുപോലെ കോസ്റ്റും കൂടുതലാകും അല്ലെ. പേപ്പേഴ്സിലൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് കൂടുതലാവും, ടൈമും പോകും മാനുവലി ആയതുകൊണ്ട് തന്നെ. ഇപ്പോ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനം വന്നപ്പോ എന്താണ്? നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജും ഇതിനുണ്ട്. ഇനി എന്താണ് HIPAA എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ.
ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ആ ആക്ട് വന്നപ്പോ അല്ലെ വന്നപ്പോ ഈസിയർ ആയിട്ട് എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ് ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇംപ്രൂവ് ആകുന്നുണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂള്. എന്ത് ടൂളാണ്? ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനം വന്നപ്പോ എന്തൊക്കെയാണ് ഇംപ്രൂവ് ആകുന്നത്? ഇംപ്രൂവ് സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ. അത് എന്താണ് സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ക്ലയന്റില് എന്താണ് ബുക്ക് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ എന്താണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനം നടക്കുന്നുണ്ട്. അതുപോലെ പ്രൊമോട്ട് മോർ ഇഫക്റ്റീവ് കൊളാബറേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നല്ല രീതിയിൽ അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ബോട്ടിൽ നെക്ക്. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാല് തടസ്സങ്ങൾ കേട്ടോ. അവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും എന്തെങ്കിലും വർക്ക് ഫ്ലോ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും എറേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. ആ വർക്ക് ഫ്ലോയില് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടും അതൊക്കെ കുറച്ചുകൊണ്ടും അവരുടെ വർക്ക് ഫ്ലോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ സംവിധാനം വഴി ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നല്ല രീതിയിൽ സ്റ്റാഫും ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട്. അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ വർക്ക് ഫ്ലോയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ അല്ലേ? എന്തെങ്കിലും ബോറടിച്ചോ? ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കി വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? മാർക്ക് ചെയ്ത് വെച്ചില്ലേ? മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. കമ്പോണൻസ് മാർക്ക് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് റെഫേഴ്സ് ടു എന്ന് പറയുന്നത് പോലെ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഡെഫിനിഷൻ ആണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പഠിക്കേണ്ടത് ഇവിടെ ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ് ഓൾസോ ഇംപ്രൂവ് എന്ന് തുടങ്ങുന്ന ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഇത്ര മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.